ഞാൻ അതിൻ്റെ ഒരു നടപടിക്രമം എന്താണെന്ന് പറയാം. അതൊരു എല്ലാവർക്കും ഒരു ക്ലാരിറ്റി പ്രശ്നമായിരിക്കും. നമ്മളത് അറിയാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരു ഫെഡറേഷന് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് ഫിഫയുടെ നേതൃത്വം നടക്കണമെങ്കിൽ നമ്മളൊരു ലെറ്റർ ആദ്യം ഫിഫയ്ക്ക് കൊടുക്കണം. ഫിഫയ്ക്ക് കൊടുത്തതിന് ശേഷം അത് ഏത് വിൻഡോയിലാണ് കളി നടക്കുക എന്നുള്ളത് അറിയണം. പക്ഷേ നമ്മൾക്ക് ആ വിൻഡോയ്ക്കുള്ള ലെറ്റർ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾക്ക് അങ്ങനെ ഒരു ഫോർമാറ്റുള്ള കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് ലെറ്റർ കൊടുത്തിരുന്നില്ല. പക്ഷേ നമ്മൾ നേരിട്ട് അർജൻറ്റീനയായിട്ടും അതുപോലെ തന്നെ അർജൻറ്റീന പ്രതിനിധികളായിട്ടും മിനിസ്റ്റർ അന്ന് നേരിട്ട് പോയി സംസാരിക്കുകയും അതിനനുസരിച്ച് അവരുടെ ഇൻവിറ്റേഷൻ വാങ്ങുകയും അവരോട് സംസാരിക്കുകയും അവർ കളിക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തതാണ്. അതിന് ശേഷമാണ് നമ്മൾ അവിടേക്ക് എൻട്രി ആകുന്നത്. നമ്മൾ അവരുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചു. അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. അവരുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നു. അതിനുശേഷം അടുത്ത ഒരു ഓപ്പണൻ്റ് ടീമിനെ നമ്മൾ ഫിക്സ് ചെയ്യും. അത് ഏത് വിൻഡോയിലാണ് കളിക്കേണ്ടത്. അപ്പോൾ ഒരു വർഷത്തിൽ ചിലപ്പം 5 വിൻഡോയാണ് ഒരു വർഷത്തിലുള്ളൂ. ആ 5 വിൻഡോയിൽ ഏത് വിൻഡോ വേണമെന്ന് നിശ്ചയിക്കുന്നത് അങ്ങനെയാണ്. ആ വിൻഡോ 5 വിൻഡോയിൽ ഏതെങ്കിലും ഒരു വിൻഡോ കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിൻഡോ നമ്മൾ ഒക്ടോബർ നവംബർ മാസത്തെ ഏതെങ്കിലും ഒരു വിൻഡോയിൽ കളിക്കാം. അത് ഒക്ടോബർ നവംബർ മാസം എന്ന് പറയുന്നത് തന്നെ കാരണം നമ്മൾക്ക് ഏത് വിൻഡോയിലാണ് ഫിഫ അനുവദിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഒക്ടോബറിലാണല്ലോ നവംബറിലാണോ എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ വിൻഡോയ്ക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ടയർ 1 ആപ്ലിക്കേഷനുണ്ട്. ടയർ 1 ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അർജൻറ്റീന ഒപ്പിട്ടൊരു ആപ്ലിക്കേഷൻ തരും. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയ അത് ഒപ്പിട്ടൊരു ആപ്ലിക്കേഷൻ തരും. അതിന് നമ്മുടെ ഇന്ത്യൻ ഫെഡറേഷൻ ഒപ്പിടും. അതിനുശേഷം നമ്മുടെ സ്പോൺസർ ഒപ്പിടും, കേരള സർക്കാർ ഒപ്പിടും. അതിനുശേഷം ഇത് നമ്മൾ AFCക്ക് അയക്കണം. AFC എന്ത് ചെയ്യുന്നത്, ഏഷ്യ ഫുട്ബോൾ ഫെഡറേഷൻ, AFC അതെന്ത് ചെയ്യും, ഫിഫയ്ക്ക് കൊടുക്കും. ആ ഫിഫ അതിനുശേഷം നമ്മുടെ ആ ഫെഡറേഷൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഏതായിരിക്കും സ്റ്റേഡിയം, എങ്ങനെയാണ് കളി നടത്താൻ പോകുന്നത്, എത്ര ആൾക്കാർ കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയമാണ്, എന്തൊക്കെ ഫെസിലിറ്റി സ്റ്റേഡിയത്തിലുണ്ട്, അതുമായി ആരൊക്കെയാണ് വരുന്നത്, എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ് കളിക്കാൻ വരുന്നതുള്ള എല്ലാ കാര്യങ്ങളും പറയണം. അതിൻ്റെ അകത്ത് സ്റ്റേഡിയം ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയം ആയിരിക്കണം, ഫിഫ രജിസ്ട്രേഷനുള്ള സ്റ്റേഡിയം ആയിരിക്കണം. അങ്ങനെ കുറേ ക്രൈറ്റീരിയകളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഈ ഈ പറയുന്ന ആപ്ലിക്കേഷൻ AFC മുഖാന്തരം നമ്മൾ ആർക്ക് കൊടുക്കണം, ഫിഫയ്ക്ക് കൊടുക്കണം. ഫിഫ അതിന് ശേഷം അവരെന്ത് ചെയ്യും, ഒരു മാച്ച് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യും. ആ മാച്ച് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാച്ച് ഓഫീസർ പിന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതിനുശേഷം അവർ റെഫറി അതുപോലെ തന്നെ ബാക്കി സാങ്കേതിക സംവിധാനങ്ങൾക്ക് വേണ്ട ആൾക്കാരെയൊക്കെ അവരാണ് തരിക. അതിനുശേഷം അതോടുകൂടി ഇത് ഫിഫയുടെ അണ്ടറിലുള്ള മാച്ചായി മാറും. ഫിഫയുടെ അണ്ടറിലുള്ള മാച്ചായി കഴിഞ്ഞാൽ പിന്നെ കളി നടക്കാൻ പോകുന്നത് ഫിഫയുടെ അണ്ടറിലാണ്. അപ്പം നമ്മൾക്ക് ഇവിടുന്ന് അർജൻറ്റീന ഒഴിവായി, ഓസ്ട്രേലിയ ഒഴിവായി എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പം ഈ ടയർ 1 ലെറ്റർ തരുന്ന സമയത്ത് അതിനകത്ത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ടാവും ഏത് ടീമാണ് കളിക്കുന്നത്. അർജൻറ്റീനയുടെ A ടീമാണോ, അർജൻറ്റീനയുടെ B ടീമാണോ, അർജൻറ്റീന C ടീമാണോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ A ടീമാണോ, B ടീമാണോ, C ടീമാണോ എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീന A ടീമാണ്. A ടീമിൻ്റെ പ്രത്യേകത എന്താണ്, മെസ്സിയാണ് അതിൻ്റെ ക്യാപ്റ്റൻ. മെസ്സി അടക്കുന്ന അർജൻറ്റീന A ടീമാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ തരുന്നത്. അതിനുശേഷം ഓസ്ട്രേലിയൻ്റെ ക്യാപ്റ്റൻ അടക്കമുന്ന A ടീമാണ് തരുന്നത്. ഇവർ രണ്ടും കൂടെ ലെറ്റർ നമ്മൾ അവിടെ കൊടുക്കുകയും ആ ലെറ്ററിൻ്റെ മേലെ നമ്മുടെ ഈ ക്രൈറ്റീരിയ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യും, മാച്ച് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഓഫീസർ അപ്പോയിൻറ്റിന് ശേഷം അവരുടെ കീഴിൽ 2 ആൾക്കാരുണ്ടാവും. അത് 2 ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ലോജിസ്റ്റിക് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ഒന്ന് നമ്മുടെ മാച്ചിൻ്റെ ഓപ്പറേഷൻസുമാണ്. ഈ ലോജിസ്റ്റിക് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണ്, അവർ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്കോള ടു ഇന്ത്യയാണ് 11 മണിക്കൂറാണ് ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ 11 മണിക്കൂർ അവർക്ക് ട്രാവൽ ചെയ്യാൻ കഴിയില്ല. അതിന് പകരം എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ലേ ഓവർ ഉണ്ടാവും. ആ ലേ ഓവറിൽ അവർ ആ രാജ്യത്ത് ഇറങ്ങി ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത് നെക്സ്റ്റ് ഡേ ആണ് വരിക. അപ്പോൾ 5 മണിക്കൂറോ 5.5 മണിക്കൂറോ ആണ് ട്രാവൽ ചെയ്യാൻ ഫിഫ അനുമതി കൊടുക്കുന്നത്. ആ അനുമതി മേടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരും. അത് ലോജിസ്റ്റിക് കൈകാര്യം ചെയ്യുന്ന ആളാണ്. മാച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന വേറെ ഒരാളുണ്ടാവും. അദ്ദേഹം എന്ത് ചെയ്യും, സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റെഫറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നോക്കും. അങ്ങനെ അതോടുകൂടി ഇതെന്താവും, അതോടുകൂടി ഇത് ഫിഫ ഫ്രണ്ട്ലി മാച്ചായി മാറും. ആ ഫിഫ ഫ്രണ്ട്ലി മാച്ചായി മാറിയതിന് ശേഷമാണ് ഇങ്ങനെ ഈ കളി ഫിഫ വിൻഡോയിലേക്ക് വരുന്നത്. അതോടുകൂടി ഏത് ദിവസമാണ് കളിക്കാൻ പോകുന്നത്, നവംബർ 10 തുടങ്ങി 18 വരെ എന്നുള്ള ഡേറ്റാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് നവംബർ 16-ാം തീയതി 17-ാം തീയതിയാണ് നമ്മുടെ വിൻഡോ കൊടുത്തിരിക്കുന്നത്. കാരണം വേറൊരു കളിയും കൂടെ അർജൻറ്റീനയ്ക്ക് ഉള്ളതുകൊണ്ട് നവംബർ 16-ാം തീയതി 17-ാം തീയതിയാണ്. അതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അങ്കോളയിൽ നിന്ന് ഇവിടേക്ക് 11 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം. ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൽ ഏത് സ്ഥലത്താണ് അവർ ലേ ഓവർ വെക്കുന്നതെന്നുള്ള തീരുമാനിക്കണം. അത് AFA ആണ് തീരുമാനിക്കേണ്ടത്. അവരാണ് വരുന്നത്. അപ്പോൾ അവർ ചാർട്ടർ ഫ്ലൈറ്റ് വരുന്ന സമയത്ത് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യും, അതാത് സ്ഥലത്ത് അവർ ലേ ഓവറിന് ശേഷം ഇവിടേക്ക് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ അങ്ങനെ കളി ഫിക്സ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യും, ഈ ഫെഡറേഷൻ
പ്രതിനിധി ഫിഫ പ്രതിനിധി ഡേറ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. നവംബർ 17-ാം തീയതിയാണ് ഡേറ്റ്. ആ 17-ാം തീയതി ആണെങ്കിൽ നവംബർ 17-ാം തീയതി അവർ ഒഫീഷ്യലി പറയും 17-ാം തീയതിയാണ് എന്നതിന് ശേഷം. അതുപോലെ ഫിനാൻഷ്യൽ മാറ്ററിൽ ഇതിലൂടെ ഇടപെടാറില്ല. സാധാരണ ഇത് ഫെഡറേഷനോ അല്ലെങ്കിൽ പിന്നെ ഫിഫയോ ആണ്, AFC ആണ് കളികൾ ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫെഡറേഷൻ്റെ ഭാഗമല്ല, നമ്മൾ സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്റ്റേറ്റ് ഫെഡറേഷൻ ത്രൂ ആണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഫെഡറേഷൻ നമ്മളും കൂടി ഗവൺമെൻറ്റും കൂടി കൊടുത്ത ലെറ്ററിൻ്റെ മേലെ ഡേറ്റ് അലോക്കേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ് അനൗൺസ് ചെയ്യുക. ആ അനൗൺസ്മെൻറ്റാണ് നമ്മളിനി വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി 2-3 അനുമതികളാണ് കിട്ടാനുള്ളത്. ഒന്നാമത്തെ അനുമതി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒന്നാമത് കിട്ടാനുള്ളത് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ഇന്ത്യയിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിഫ സ്റ്റാൻഡേർഡിലുള്ള സ്റ്റേഡിയങ്ങൾ ഇന്ത്യയിലുണ്ട്, പക്ഷേ ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയങ്ങളില്ല, ഫിഫ അപ്രൂവ്ഡ് സ്റ്റേഡിയങ്ങളില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിഫ റാങ്കിങ്ങിലേക്ക് ഈ സ്റ്റേഡിയത്തെ ഉയർത്തുകയും അതിനനുസരിച്ച് ഡെവലപ്മെൻറ്റ് നടത്തുകയും അത് നമ്മൾ AFC ത്രൂ ഫിഫയിൽ കൊടുത്ത് അപ്രൂവൽ മേടിക്കുകയും ചെയ്യണം. അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, അതെല്ലാം നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. ആ അപ്രൂവൽ കിട്ടിയതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യും? അവിടുന്ന് ആ കളി അനൗൺസ് ചെയ്യുക. അപ്പം സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ അപ്രൂവൽസും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയൊരു നമുക്ക് മാച്ച് ഓഫീസറെ ഫിഫ അപ്പോയിൻറ്റ് ചെയ്യണം. നമ്മൾ ടയർ 1 ലെറ്റർ കൊടുത്തതിന് ശേഷം ഫിഫ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യണം. അതൊരു 4-5 ഡേയ്സിലുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാം കൂടി തീരേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഒരു 24-ാം തീയതി 25-ാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം തീർന്ന് നമുക്ക് ഒഫീഷ്യലി കൺഫർമേഷൻ കിട്ടും, ഇന്ന ദിവസം കളിക്കാം എന്ന് ഒഫീഷ്യലി കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഡെഡ് ലൈൻ വെച്ചിരിക്കുന്നത് എന്താണ്? 25-ാം തീയതിയാണ്. 25-ാം തീയതിയോടുകൂടി നമ്മൾ ഈ കാര്യത്തിനൊരു തീരുമാനമാവും, അത് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതോടുകൂടി ഫിഫ, AFA. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് AFAനെ സംബന്ധിച്ചിടത്തോളം AFA ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. AFA നമ്മൾ കളിക്കാൻ തീരുമാനിച്ചു. ഓസ്ട്രേലിയ ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ അവർ കളിക്കാമെന്ന് തീരുമാനിച്ചു. വിൻഡോ നമുക്ക് നവംബറിലാണ് എന്നുള്ള കാര്യം ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതോടുകൂടി ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് അവസാനിച്ചു. ഇങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് നടത്തുക. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ അർജന്റീനയോട് പോയി സംസാരിക്കുന്നു, മെസ്സിയോട് പോയി സംസാരിക്കുന്നു, കളി നടത്തിക്കോളൂ, മെസ്സിനെ കൂട്ടിയിട്ട് പോവാ എന്താണെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല അവർക്ക്, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയില്ലാത്തത് കൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളാണ്.